കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും, അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ ആടുകളെ അന്വേഷിച്ചാണ് നമ്മുടെ കർത്താവ് കടന്നു വന്നത്. തിരുവചനത്തിലൂടെ കർത്താവ് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്: മകനെ, മകളെ, ഭയപ്പെടേണ്ട. ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും തന്റെ ജീവിത ഭാരങ്ങളിൽ, പച്ചയായ ജീവിതാനുഭവങ്ങളിൽ ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചു പോകാറുണ്ട്. തന്റെ തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന ജീവിതത്തിൽ സകലതും അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ യേശു നമ്മെ നോക്കി വിളിച്ചു പറയുന്നു: ധൈര്യമായിരിക്കുവിൻ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം ഇടപെടും. പ്രാർത്ഥനയില്ലാതെ, ദൈവത്തെ കൂടാതെ നാം ഏതു കാര്യം ചെയ്താലും അതിന്റെ ഫലം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. പ്രതീക്ഷ നശിച്ച ഓരോ വ്യക്തികളോടും യേശുവിന് പറയുവാനുള്ളത് ഇത് തന്നെയാണ്: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ വഴി നടത്തുന്ന ദൈവമേ, എന്നെ കരുതുന്ന കർത്താവേ, ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനറിയാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഓ യേശുവേ, ഞാനറിയാതെ എൻ്റെ കൂടെ വാഴും ദൈവമേ, ഞാനറിയാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാനറിയാതെ എൻ്റെ കൂടെ വാഴും ദൈവമേ, ഞാനറിയാതെ എന്നെ വഴി നടത്തും ദൈവമേ, ഞാനറിയാതെ എന്നെ കരുതിടുന്ന ദൈവമേ. സ്നേഹപിതാവേ ആരാധന, പുത്രനാമേശുവേ ആരാധന, പാവനാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. സ്നേഹപിതാവേ ആരാധന, പുത്രനാമേശുവേ ആരാധന, പാവനാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. അനാദികാലം മുമ്പേ എന്നെ മെനഞ്ഞ എൻ്റെ കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങേക്ക് ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു ത്രിയേക ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അനാദി മുതലിന്നോളമെന്നെ അറിഞ്ഞ ദൈവമേ, ഓ യേശുവേ, ആനന്ദമാമങ്ങേ സാദൃശ്യത്താൽ എന്നെ സൃഷ്ടിച്ച ദൈവമേ, അനാദി മുതലിന്നോളമെന്നെ അറിഞ്ഞ ദൈവമേ, ആനന്ദമാമങ്ങേ സാദൃശ്യത്താൽ എന്നെ സൃഷ്ടിച്ച ദൈവമേ, സുഖകരമാം ഭാവിക്ക് ജന്മം തന്ന ദൈവമേ, സകല സൃഷ്ടികൾക്കും മകുടമായി എന്നെ നിറഞ്ഞ ദൈവമേ,
പിതാവേ അങ്ങേക്ക് ആരാധന. പുത്രനായ യേശുവേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. കർത്താവായ യേശുവേ, നഷ്ടപ്പെട്ട ആടിനെ തേടി വന്നതുപോലെ എന്നെ തേടി വന്ന എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണം. കർത്താവേ, അങ്ങയോടൊത്തായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എന്നെ വീണ്ടെടുത്ത എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പാപവഴികളിലകന്നൂരെന്നെ തേടി വന്നവനെ, ഏകജാതനെ നൽകി പാപം പരിഹരിച്ചവനെ, പാപവഴികളിലകന്നൂരെന്നെ തേടി വന്നവനെ, ഏകജാതനെ നൽകി പാപം പരിഹരിച്ചവനെ, നഷ്ടസ്വർഗം വീണ്ടെടുക്കാൻ കൂടെ നിന്നവനെ, പാവനാത്മാവിൻ ശക്തിയാലെ വീണ്ടെടുത്തവനെ, ഞാനറിയാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാനറിയാതെ എൻ്റെ കൂടെ വാഴും ദൈവമേ, ഞാനറിയാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാനറിയാതെ എൻ്റെ കൂടെ വാഴും ദൈവമേ, ഞാനറിയാതെ എന്നെ വഴി നടത്തും ദൈവമേ, ഞാനറിയാതെ എന്നെ കരുതിടുന്ന ദൈവമേ, ഓ പിതാവേ ആരാധന. കർത്താവായ യേശുവേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്കെന്നും ആരാധന. ഓ ആരാധന. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.